എല്ലാവർക്കും നമസ്കാരം. പ്രൊഡക്റ്റ് അവയർനെസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഇവിടെ സംസാരിക്കുന്നത് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഒരു ബ്രാൻഡായ ആഗ്രോ പ്രോഡക്റ്റിനെ കുറിച്ചാണ്. ആഗ്രോ പ്രോഡക്റ്റ് ആയുർവേദവുമായി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആയുർവേദവുമായി ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് വൃക്ഷ ആയുർവേദവുമായിട്ടാണ് ആഗ്രോ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രോപ്പ് പ്രൊഡക്റ്റ് ആൻഡ് ക്രോപ്പ് ന്യൂട്രീഷനാണ്. അപ്പോൾ ഇതിൽ ഒത്തിരി പ്രൊഡക്റ്റ് വരുന്നുണ്ട്. ബൂസ്ത്ര സൂപ്പർ, ഗ്രോ മാജിക് അഡ്വാൻസ്, MI സ്പ്രേ, MI വീർ, MI സിട്ര, MI പ്രൗഡ്, മോഡിഫൈ, വൈറസ് പ്ലസ്, ഒലിഫ് സൂപ്പർ എന്നിങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബൂസ്ത്ര സൂപ്പർ എന്ന പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. അപ്പം പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് കമ്പനിക്ക് കിട്ടിയ സർട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ NPOP ആൻഡ് NOP സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ IFOM സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. IFOM സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർമോ ഓർഗാനിക് അഗ്രികൾച്ചർ ആൻഡ് മെറ്റീരിയൽ. പിന്നെ ലഭിച്ചിരുന്ന സർട്ടിഫിക്കേഷനാണ് G2 സർട്ടിഫിക്കേഷനും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആഗ്രോ പ്രോഡക്റ്റിന് ഇതിന് വേണ്ടി പ്രത്യേക ലൈസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊരു പെസ്റ്റിസൈഡ്സ് അല്ല, ഇത് വളമല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനൊരു ലൈസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് വരുന്നത് ബയോസിമിലൻ്റ് ആക്റ്റിലാണ് വരുന്നത്. അപ്പോൾ ബയോസിമിലൻ്റ് ആക്റ്റിലായതുകൊണ്ട് ഇതിന് 3 ടയർ ലൈസൻസ് സിസ്റ്റമാണ് വേണ്ടത്. അപ്പോൾ ബൂസ്ത്ര സൂപ്പർ പ്രൊഡക്റ്റ് 2 കിലോൻ്റെ പാക്കറ്റായി കമ്പനി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ 2 കിലോ പാക്കറ്റ് 1 ഏക്കറയിൽ ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇറക്കിയിരിക്കുന്നത്. 1 ഏക്കറയ്ക്ക് 2 കിലോ മുതൽ 4 കിലോ വരെ ഉപയോഗിക്കാൻ സാധിക്കും. അത് ഓരോ കൃഷിക്കനുസരിച്ചാണ്. അപ്പോൾ നെൽകൃഷിയെല്ലാം ആകുമ്പോൾ ചിലപ്പോൾ 4 കിലോ ഒക്കെ വേണ്ടി വരും 1 ഏക്കറയ്ക്ക്. സാധാരണയിൽ 1 ഏക്കറയ്ക്ക് 2 കിലോനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് ആവണക്കെണ്ണ, വേപ്പെണ്ണ, എൻസൈമുകൾ, ബെൻഡനൈറ്റ്, ചാരം എന്നിവയാണ് ബൂസ്റ്ററിൽ അടങ്ങിയിരിക്കുന്നത്. ചാരം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അഗ്നിപർവ്വത ലാവിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ചാരമാണ്. അപ്പോൾ ഇന്ത്യാഗ്രോ ഉൽപ്പന്നങ്ങളിൽ രാസവസ്തുക്കളോ വിഷങ്ങളോ ഇല്ല. ഇത് 3 വർഷം തുടർച്ചയായി ഉപയോഗിക്കുന്നതിലൂടെ പൂർണ്ണമായും ജീവസമ്പന്നമായ കൃഷിയിടമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിലൂടെ കൃഷിക്കാർക്ക് ഉൽപ്പാദന ചെലവ് പൂർണ്ണമായും കുറയ്ക്കാൻ സാധിക്കും. അപ്പം ഇത് തുടർച്ചയായി 3 വർഷം ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് വളക്കൂറിലെ മണ്ണാക്കി മാറ്റാൻ സാധിക്കും. അത്രയ്ക്ക് ഗുണമുള്ള ഒരു ഉൽപ്പന്നമാണ്. അപ്പം ഇത് മണ്ണിലുള്ള എല്ലാതരം കീടങ്ങളെ, പ്രാണി ശല്യം, അതിലും കട്ട് ചെയ്യുന്ന പ്രാണി അങ്ങനെയില്ലാത്തിനാലും ഇല്ലാതിരിക്കാൻ വേണ്ടി, അതിൻ്റെ ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. ഇപ്പോൾ ബൂസ്ത്ര സൂപ്പർ സ്റ്റെറിലൈസേഷൻ ഫോർമുലയും തരികളായുള്ള ഘടനയുള്ള ഒരു ഉൽപ്പന്നമാണ്. ബൂസ്ത്ര വളത്തിന് പകരമോ ഉപയോഗിക്കാനുള്ളൊരു പദാർത്ഥമല്ല. ഇത് ബൂസ്ത്ര മണ്ണിലുള്ള വെളുത്ത പുഴുക്കൾ, ചിതൽ, തണ്ടുതുരപ്പൻ, ഒച്ചുകൾ, പുൽച്ചാടികൾ എന്നിവയെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. മണ്ണിലുള്ള എല്ലാത്തരം കൃമികളെയും എല്ലാത്തരം പുഴുക്കളെയും അണുക്കളെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. മണ്ണിൽ ഒരുപാട് ചെടികൾക്കും വൃക്ഷങ്ങൾക്ക് ദോഷം ചെയ്യുന്ന പുഴുക്കളും മറ്റ് കൃമികളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന ഒരു നല്ല ഉൽപ്പന്നമാണ് ബൂസ്ത്ര. ബൂസ്ത്ര പിന്നെ മണ്ണിര പോലുള്ള ഉപകാരപ്രദമായ ജീവികൾക്ക് ഒരു ഹാനികരവുമല്ല. ബൂസ്ത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ വെള്ളവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ അത് വിഘടിക്കുന്നു. ഇപ്പോൾ നമ്മൾ ബൂസ്ത്ര ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു തെങ്ങിനാണെങ്കിൽ തെങ്ങിൻ്റെ മണ്ണ് നീക്കം ചെയ്ത് അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ 2-2.5 അടി ചുറ്റളവിൽ ഇട്ട് അതിൽ മണ്ണ് മൂടിയതിന് ശേഷം അതിൽ വെള്ളം നനച്ച്, അപ്പോൾ വെള്ളം ഇത് നനവ് തെറ്റുമ്പോൾ ഇതിന് വിഘടിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ മരുന്ന് വിഘടിച്ച് ഇതിൻ്റെ വേരിൽ പറ്റിപ്പിടിച്ചിട്ട് ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേരിൽ പറ്റിപ്പിടിക്കുകയും ബാക്കി മണ്ണിലും പറ്റിപ്പിടിച്ചിട്ട് ഒരുപാട് കീടങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പം വേരിൽ ഇത് പറ്റിപ്പിടിക്കുന്നതിനോട് കൂടി തന്നെ മറ്റുള്ള പുഴുക്കളിൽ നിന്നും ഇതിനൊരു ഉപദ്രവം ഇല്ലാതെ ഇതിനെ കൂടുതൽ ആഴത്തിലേക്ക് പ്രവർത്തിക്കാനും കൂടുതൽ ശക്തിപ്പെടുത്താനും കൂടുതൽ ധാതുക്കളും ലവണങ്ങളൊക്കെ വലിച്ചെടുക്കാനും വളരെയധികം ഗുണം ചെയ്യുന്നു.
അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരോഗ്യനില നല്ല നിലയിൽ നിലനിർത്താനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണിൽ വിത്ത് വിതയ്ക്കാനായി നിലം ഒരുക്കുമ്പോഴോ തൈകൾ പറിച്ചു മാറ്റുമ്പോഴോ ഭൂവസ്ത്രം ഉപയോഗിക്കാം. അതുപോലെ വിത്ത് വിതയ്ക്കുന്ന സമയത്ത് വിത്തുമായോ വളങ്ങളുമായോ ഭൂവസ്ത്രം കൂട്ടിച്ചേർക്കാവുന്നതുമാണ്. ഇതിൽ നമുക്ക് ഇവിടെ വരുന്ന കൃഷി എന്ന് പറയുന്നത് ചെടികളുണ്ട്, പച്ചക്കറികളുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, വാഴ, കരിമ്പ്, മാവ്, റബ്ബർ, കാപ്പി, തേയില, നെല്ല്, ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക്, മരച്ചീനി, ഏലം, അങ്ങനെ എല്ലാത്തരം കൃഷിക്കും മണ്ണിലേക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് ഭൂവസ്ത്രം. അപ്പോൾ എല്ലാ കൃഷിക്കും ഭൂവസ്ത്രം ഉപയോഗിക്കാൻ പറ്റും. മണ്ണിലേക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് ഭൂവസ്ത്രം. അപ്പോൾ ഭൂവസ്ത്രം മണ്ണിൻ്റെ ഘടനയും ഗുണവും മെച്ചപ്പെടുത്തുന്നുണ്ട്. മണ്ണിൽ കാണപ്പെടുന്ന എല്ലാ പ്രാണികളെയും ഭൂവസ്ത്രം നിയന്ത്രിക്കുന്നു. പിന്നെ മണ്ണിൻ്റെ അമ്ലം നിലനിർത്താനും ഈർപ്പം നിലനിർത്തി കട്ട പിടിക്കാനും സഹായിക്കുന്നു ഭൂവസ്ത്രം. വേരിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ജീവകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുമുണ്ട്. നമുക്ക് ചാരം ഇതിൽ ഉപയോഗിക്കുന്നു. ചാരം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ജീവകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് അഗ്നിപർവ്വതം പൊട്ടി ഉണ്ടാകുന്ന ലാവിൽ നിന്നാണ് ചാരം എടുക്കുന്നത്. ആ ചാരത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ജീവകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ അഗ്നിപർവ്വത ചാരം ഉള്ളതിനാൽ ധാതു സമ്പുഷ്ടമാണ്. ചെടികൾക്ക് ആവശ്യമായ പ്രൈമറി ന്യൂട്രീഷനായ NPK ഇതിൽ അടങ്ങി ധാരാളമുണ്ട്. അപ്പോൾ സെക്കൻഡറി ന്യൂട്രിയൻസ് ആയ സൾഫർ, മഗ്നീഷ്യം, കാൽസ്യം എന്നിവ ഇതിൽ ധാരാളമുണ്ട്. അപ്പം മണ്ണിൻ്റെ pH ലെവല് കറക്റ്റ് ചെയ്യാനും ഇത് വളരെയധികം സഹായിക്കുന്നു. പിന്നെ മണ്ണിലുള്ള വൈറസ്, ബാക്ടീരിയ എന്നിവ പെരുകുന്നതും തടയുന്നു. മണ്ണിലുള്ള എല്ലാത്തരം കീടങ്ങളെയും ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭൂവസ്ത്രം നമുക്ക് ഗുണം ചെയ്യുന്നു. ചെടികൾക്ക് ഒരുപാട് ഗുണം ചെയ്തു കൊടുക്കുന്നുണ്ട്. വേറെ ഇവിടെ എല്ലാ വിധത്തിലും വിളവ് വർദ്ധിപ്പിക്കുന്നതിനും വിളവ് സംരക്ഷിക്കുന്നതിനും ഉള്ള ഒരു ഉൽപ്പന്നമാണ് ഭൂവസ്ത്രം. കൃഷിയിലെ ഏത് രാസവസ്തുക്കളെക്കാളും വേഗത്തിലുള്ള ഫലാധിഷ്ഠിത പരിഹാരങ്ങളാണ് ഭൂവസ്ത്രം നൽകുന്നത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, അപ്പോൾ സാങ്കേതിക സവിശേഷതകൾ എന്ന പരിമിതികൾ, ഡോസുകളൊക്കെ ഇതിലുണ്ട്. എന്ന് വെച്ചാൽ പ്രയോഗിക്കുന്ന സമയം എന്നിവ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇത് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, സൂര്യാസ്തമയത്തിന് ശേഷം വൈകുന്നേരം ഉപയോഗിക്കുന്ന ഏറ്റവും ഗുണം. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് സൂര്യതാപം, പൊള്ളൽ പോലുള്ള പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സൂര്യപ്രകാശത്തിൽ ഉപയോഗിക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെയിൽ സമയത്ത് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെയും വൈകുന്നേരമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇതിൽ വേറെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെ ഉൽപ്പന്നം ചെമ്പുമായോ സൾഫറുമായോ എന്നിവ ഉൽപ്പന്നങ്ങളുമായി കലരുന്നത് ഒഴിവാക്കുക. ചെമ്പ്, സൾഫർ എന്നിവ ഞങ്ങളുടെ ഉൽപ്പന്നവുമായി കലരുന്നത് ഒഴിവാക്കുക. വേറെ ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഞാൻ നേരത്തെ ഒരുപാട് ഉൽപ്പന്നത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭൂവസ്ത്രയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നതിലും മറ്റ് ഉൽപ്പന്നങ്ങളിൽ വരുന്നത് നമുക്ക് പ്രൗഡ്, MI സിട്ര ഇങ്ങനെയുള്ള പ്രൊഡക്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലാണ് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ MI വീറും MI പ്രൗഡും തമ്മിൽ മിക്സ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. അതുപോലെ MI സിട്രയും MI പ്രൗഡും തമ്മിൽ ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല. ഇന്ത്യാഗ്ര ഉൽപ്പന്നങ്ങൾ തളിക്കുന്നതിന് കളനാശിനി തളിക്കാൻ ഉപയോഗിച്ച സ്പ്രേ പമ്പ് ഉപയോഗിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ കളനാശിനി മറ്റ് കീടങ്ങൾ, കെമിക്കലൊക്കെ ഉപയോഗിച്ച പമ്പ് ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് നമ്മളെ പമ്പ് അത് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അല്ലാതെ പക്ഷേ അതിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇനി കൃഷിക്ക് മണ്ണൊരുക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള എല്ലാ കൃഷി ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിപ്പം ഹ്രസ്വകാല കൃഷിയുണ്ട്, ദീർഘകാല കൃഷിയുണ്ട്. ഹ്രസ്വകാല കൃഷി എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 വർഷം കൊണ്ട് നമുക്ക് കൃഷി എടുക്കുന്നതാണ്. അത് വാഴ പോലെയുള്ള കൃഷികൾക്കെല്ലാം ഒരു 10 മാസം മതി, പൂർണ്ണമായിട്ടും നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നതാണ് ഒരു 10 മാസം കൊണ്ട്. അപ്പോൾ അതിനൊക്കെ ആകുമ്പോൾ നമ്മൾ ഉൽപ്പന്നത്തിന് പ്രൊട്ടക്ഷൻ 6 മാസമാണ്. അപ്പോൾ വാഴ വിത്ത് വെക്കുമ്പോഴും അതിന് ഉൽപ്പന്നം കൊടുക്കുക. പിന്നെ 1 മാസം കഴിഞ്ഞ ശേഷം നമുക്ക് ഗ്രോ മാജിക്കാണ് കൊടുക്കാനുള്ളത്. ഗ്രോ മാജിക്ക് MI സ്പ്രേ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ 3 പ്രൊഡക്റ്റ് നിർബന്ധമായിട്ടും എല്ലാ ചെടികൾക്കും അല്ലെങ്കിൽ വാഴ, തെങ്ങും എന്തിനായാലും അത് 100% ഈ 3 പ്രൊഡക്റ്റ് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ആദ്യം ഭൂവസ്ത്രം കൊടുക്കുക. ഭൂവസ്ത്രത്തിന് ശേഷം ഗ്രോ മാജിക്ക് ആൻഡ് MI സ്പ്രേ ഈ ഗ്രോ മാജിക്കിൽ മിക്സ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അത് സ്പ്രേ ചെയ്യാനും പറ്റും,
നമുക്ക് നിലത്ത് ഒഴിച്ചു കൊടുക്കാനും പറ്റും. സ്പ്രേ MI സ്പ്രേ ചെയ്യുന്നത് 0.3 ml ആണ്. അതുപോലെ നിലത്ത് ഒഴിക്കുകയാണെങ്കിൽ 0.5 ആണ് നമുക്ക് ഇതിൽ ചേർക്കേണ്ടത്. MI സ്പ്രേ 1 ലിറ്റർ വെള്ളത്തിൽ 1 മില്ലിയാണ് പറയുന്നത്. ഗ്രോ മാജിക് 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം, അത് പൊടി രൂപത്തിലാണ് വരുന്നത്. അപ്പം ഭൂവസ്ത്ര ഉപയോഗിക്കേണ്ടതെന്നും കൂടി പറയാം. നമുക്ക് തെങ്ങിനാണെങ്കിൽ 50 ഗ്രാമാണ് കൊടുക്കേണ്ടത്, കവുങ്ങിനൊക്കെ 25 ഗ്രാം മതി. അപ്പോൾ ഇത് അതിൻ്റെ മിരട്ട് കൊണ്ടിടരുത്. ഒരു 2-2.5 അടി ചുറ്റളവിൽ മണ്ണ് നീക്കം ചെയ്ത് അതിലിട്ടിട്ട് മണ്ണ് ഇടുക. വേണമെങ്കിൽ അതിന് ബാക്കിയിലെ മണ്ണ് ഇട്ടതിന് ശേഷം നമുക്ക് ചപ്പും ഓലയൊക്കെ പൊത്തി വെച്ചാൽ നല്ല ഗുണമാണ്. അതിന് പിന്നീട് വെള്ളം നനക്കുമ്പോൾ അത് വിഘടിച്ചിട്ട് കൂടുതൽ പ്രവർത്തിച്ച് നമുക്ക് മണ്ണിലുള്ള മറ്റ് കീടങ്ങളിൽ നിന്ന് വേരിനെ സംരക്ഷിക്കുന്നു. വേരിനെ കൂടുതൽ ആഴത്തിലേക്ക് പ്രവർത്തിക്കാനും കൂടുതൽ ധാതുക്കളും ലവണങ്ങൾ വലിച്ചെടുക്കാനും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, കൂടുതൽ ബലപ്പെടുത്താൻ സഹായിക്കുന്നു. അപ്പോൾ പൂർണ്ണ ആരോഗ്യ നിലയിൽ നിലനിർത്താനും ഒരു ചെടിയെ അല്ലെങ്കിൽ തെങ്ങിനെ കവുങ്ങിനെ എന്നിവയും സഹായിക്കുന്നതാണ് ഭൂവസ്ത്ര. അപ്പോൾ ഭൂവസ്ത്ര ഉപയോഗിച്ചിട്ട് ഒരു 30-35 ദിവസം കഴിഞ്ഞ ശേഷം ഗ്രോ മാജിക് തീർച്ചയായും ഉപയോഗിക്കണം. കൂടുതൽ നമുക്ക് ഗുണം നിലവാരം കിട്ടണമെങ്കിൽ ഗ്രോ മാജിക്കും കൂടി അത് കൊടുക്കണം. അതിൻ്റെ കൂടെ MI സ്പ്രേയും കൂടി കൊടുക്കണം. അപ്പം ഗ്രോ മാജിക് MI സ്പ്രേൻ്റെ ഒരു ക്ലാസ് വേറെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കൂടെ ഭൂവസ്ത്ര കൊടുത്തതിന് ശേഷം ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ ദീർഘകാല കൃഷി എന്ന് പറഞ്ഞാൽ തെങ്ങ്, കവുങ്ങ് ഇതൊക്കെ ദീർഘകാല കൃഷിയാണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമുക്ക് 6 മാസം പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ തീർച്ചയായും 2 തവണ തെങ്ങിനും കവുങ്ങിനൊക്കെ തീർച്ചയായും കൊടുത്തിരിക്കണം. ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും അത് കൊടുക്കണം. നമ്മളൊരു കവുങ്ങ് വെച്ച് അത് വിളവെടുക്കണമെങ്കിൽ ചുരുങ്ങിയത് 5 വർഷത്തിൽ കൂടുതൽ എന്തായാലും എടുത്താലേ നമുക്ക് കവുങ്ങിനും തെങ്ങിനൊക്കെ നമുക്കതിന് വിള കിട്ടുള്ളൂ. 5 വർഷത്തിൽ പോരെയായിരിക്കും, കുറച്ച് കൂടുതൽ എടുക്കും. അപ്പോൾ എന്തായാലും അത്രയും കൊടുത്താൽ കൂടുതൽ നമുക്ക് കായ് ഫലം ഗുണം കിട്ടാനും നമുക്ക് ഗ്രോ മാജിക് നിർബന്ധമായിട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ MI സ്പ്രേ. അപ്പോൾ ഇത്രയാണ് ഭൂവസ്ത്ര എന്ന ഉൽപ്പന്നത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങി ഉപയോഗിക്കുക, നല്ല വിളകൾ എടുക്കുക. നല്ല ഓർഗാനിക് ഉൽപ്പന്നമാണ്, യാതൊരു കെമിക്കലോ ഒന്നും ഇതിൽ അടങ്ങിയിട്ടില്ല. അപ്പോൾ നല്ലൊരു ന്യൂട്രീഷനും കൂടിയാണ് ഗ്രോ മാജിക്. അപ്പോൾ ഇതെല്ലാം കൂടി 3 കൊടുക്കുമ്പോൾ നല്ല നമുക്ക് വിളവുകൾ എടുക്കാൻ സാധിക്കും, നമ്മൾക്ക് നല്ല വളർച്ചയും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക. താങ്ക് യു ആൾ.